ഓർമ്മയില്ലാത്ത ബാല്യം, ആഘോഷിക്കാത്ത കൗമാരം, ഉത്തരവാദിത്വത്തിന്റെ ആ ഒരു വലിയ ഭാരവുമായിട്ട് യൗവനത്തിലോട്ട് തള്ളിക്കയറിയ പല മനുഷ്യരുമാണ് പല ഭർത്താക്കന്മാരും, അല്ലെ? സ്വന്തം ആഗ്രഹങ്ങൾ എന്താണെന്ന് പോലും തിരിച്ചറിയുന്നതിന് മുമ്പ് കുടുംബത്തിന്റെ ആ ഒരു വലിയ ഭാരമേറ്റിട്ടുള്ളവരാണ് ഭർത്താക്കന്മാര്. മാതാപിതാക്കളുടെ പ്രതീക്ഷ, ഭാര്യയുടെ സുരക്ഷ, മക്കളുടെ ഭാവിയും എന്ന ഒരൊറ്റ ചിന്തയുമായിട്ട് ആ ഒരു ചുമരിൽ വഹിക്കുന്നവരാണ് ഭർത്താക്കന്മാര്. പ്രത്യേകിച്ച് പ്രവാസികൾ മരുഭൂമിയിലെ ചൂടിൽ ചോര നീരാക്കിയിട്ട് ജീവിച്ചാലും വീട്ടുകാരുടെ മുഖത്തെ ചിരി കാണാനാണ് അവർ വീണ്ടും വീണ്ടും ഇവിടെ നിന്നിട്ട് നിങ്ങളെ ഓർത്തിട്ട് തകരുന്നത്. പക്ഷെ ഇന്നത്തെ സോഷ്യൽ മീഡിയ കാലത്ത് റീൽസിലെ കൃത്രിമ റൊമാൻസ്, പുറത്തു നിന്നുള്ള കൊഞ്ചലുകളും യഥാർത്ഥ ജീവിതത്തെക്കാൾ വലുതായിട്ട് ചിലർ കാണുന്നു. ഇതുകൊണ്ടില്ലേ, ഭർത്താവ് റൊമാൻറ്റിക് ഇല്ല, റൊമാൻസ് പോരാഞ്ഞിട്ട് അവള് പോയിന്ന്. അതിനിടയിൽ ഒരു സ്ത്രീ പറഞ്ഞിട്ടുള്ള ഒരു വാക്കുകളുണ്ട്, ഒരു കമന്റ് ഉണ്ട്. ഭർത്താവ് റൊമാൻറ്റിക് അല്ലെങ്കിൽ അങ്ങോട്ട് റൊമാൻസ് കാണിച്ചോളണം. എപ്പോഴും എനിക്ക് എനിക്ക് ഇങ്ങോട്ട് ഇങ്ങോട്ട് എന്ന മനോഭാവം മാറ്റിയാൽ തന്നെ ജീവിതം ഹാപ്പിയാവും. അതിന് ചിന്തിക്കാനുള്ള തലച്ചോറ് വേണ്ടേ റീൽസ് ഓളികൾക്ക്, ഈ ഒരു ആന്റിമാർക്ക്? അതെ, ദാമ്പത്യം ഒരാളുടെ മാത്രം ഉത്തരവാദിത്തമല്ല. സ്നേഹം വാങ്ങാൻ മാത്രം കാത്തിരിക്കുന്ന മനസ്സുകൾ കൊണ്ട് ഒരു കുടുംബവും. ഭർത്താവ് എപ്പോഴും നിങ്ങൾക്ക് പാലും തേനും കൊടുക്കണമെന്നില്ല. അതല്ലാന്നുണ്ടെങ്കിൽ എപ്പോഴും ആ പൂവും ആ കവിത വായിച്ചു തരണമെന്നില്ല. പക്ഷെ വീട്ടില് പട്ടിണി മാറ്റാൻ സ്വന്തം വിശപ്പും ഉറക്കവും മറക്കുന്ന മനുഷ്യനാണ് ഈ ഭർത്താവ് എന്നുള്ളത്. അവന്റെ ക്ഷീണിച്ച കണ്ണുകൾക്ക് പിന്നിൽ കുടുംബം ഒരു കാലത്തും തകരരുത് എന്നുള്ള ഭയം ഉണ്ടാവും. ഓർക്കുക, റൊമാൻറ്റിക് റീലുകൾ കാണാൻ 1000 പേരുണ്ടായിരിക്കും. നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ ആശ്വാസവാക്ക് പകരാൻ ഒരുപാട് നാറുകൾ ഉണ്ടായിരിക്കും. ലൈക്കും വ്യൂസും നൽകാൻ ലക്ഷങ്ങൾ വരും. പക്ഷേ ജീവിതത്തിന്റെ കടുത്ത പ്രതിസന്ധികളിൽ നിങ്ങളെ പോറ്റാൻ കൈപിടിച്ച് കൂടെ നിൽക്കുന്നത് നിങ്ങളുടെ ഭർത്താവ് താലി ചാർത്തിയ, മഹർ ചാർത്തിയ ആ ഒരു പുരുഷൻ മാത്രമായിരിക്കും. താൽക്കാലിക ആവേശങ്ങൾക്ക്, സോഷ്യൽ മീഡിയ ഭ്രമങ്ങൾക്കും വേണ്ടിയിട്ട് ഒരു മനുഷ്യന്റെ ആത്മവിശ്വാസവും ഒരു കുടുംബത്തിന്റെ സമാധാനവും നിങ്ങളായിട്ട് പെണ്ണെ തകർക്കരുത്. വാർത്ത ശരിയാണോ? ഈ വാർത്ത ശരിയാണ് എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഈ പെണ്ണുങ്ങൾ മുഴുവനായിട്ടും റീലോളികളായി മാറി. റീൽസ് അല്ല ജീവിതം എന്ന് എങ്ങനെ വരെ ബോധ്യപ്പെടുത്തി കൊടുക്കുക?